السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة وعليكم الله السلام ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇപ്പൊ കുറച്ച് ആൾക്കാരേ ഉള്ളല്ലോ, ബാക്കി എല്ലാവരും ഇവിടെ. പേജ് അടുത്തത് 11th ചാപ്റ്റർ ആണ്. ഇതുവരെ എടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തോന്ന് ഒരാൾക്ക് പറയാൻ കഴിയോ? നമ്മള് 10th ചാപ്റ്ററിലുള്ള എക്സസൈസ് ആണ് കഴിഞ്ഞ ക്ലാസ് എടുക്കാതെ എന്തിനൊക്കെയാണോ നമ്മൾ പൊസസീവ് പ്രൊനൗൺസ് പഠിച്ച്, അതായത് കിതാബുക കിതാബുഹു അവന്റെ ബുക്ക്, നിന്റെ ബുക്ക്, കിതാബുഹ അവളുടെ ബുക്ക്, കിതാബി എന്റെ ബുക്ക്, ലൊമിയറിൽ മിൽക്കിയ അതായത് പൊസസീവ് പ്രൊനൗൺസ് പഠിച്ചു. പിന്നെന്താണ് അബുൻ അഹുൻ എന്ന് അതിന്റെ കൂടെ പൊസസീവ് പ്രൊനൗൺ വരുമ്പോ അഹുൻ കഴിഞ്ഞിട്ട് അബുൻ കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ വാവ് വരും. അത് പഠിച്ച ആ രണ്ട് വേർഡിൽ മാത്രം. പിന്നെ ഇന്ദന്റെയും ലക്കന്റെയും ഇന്ദന്റെതും ലീന്റെതും മീനിങ് എന്തിന്റെ കൂടാണ് ഉപയോഗിക്കേണ്ടത് പഠിച്ചു. എന്താണ് എന്തിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്? എന്താന്നുള്ളത് എന്തിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്? ആരെങ്കിലും ഒരാൾ പറയോ എന്താന്നുള്ളത് എന്തിന്റെ കൂടെ ഉപയോഗിക്കല്? നമ്മളെ റിലേഷൻസ്, ബോഡി പാർട്സ്, അവയവങ്ങൾ ലീ ആണ് ബോഡി പാർട്സും ലീ ആണ് എന്ത് ബോഡി പാർട്സിന്റെ റിലേഷനെ പറയാൻ ഉപയോഗിക്കേണ്ടത്. എന്താന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് കൂടാണ് എന്താ ഉപയോഗിക്കുന്നത്. ലീ എന്ന് ഉപയോഗിക്കേണ്ടത് നമ്മളെ റിലേഷൻസ് പറയുമ്പോൾ, നമ്മളെ ബോഡി പാർട്സ് അവയവങ്ങൾ പറയുമ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ദഹബന്റെ മറ്റു രൂപങ്ങൾ പഠിച്ചു. ദഹബ പറഞ്ഞാല് അവൻ പോയി, ദഹബ്ത പറഞ്ഞാല് നീ പോയി, നീ ഒരു ആൺ പോയി, ദഹബ്തു ഞാൻ പോയി. അത് മസ്കുലിനോ ഫെമിനിനോ ഉപയോഗിക്കാം, അത് പഠിച്ചു. പിന്നെ അവസാനം റൗണ്ട് അതായത് പുല്ലിംഗ നാമത്തിന്റെ പ്രോപ്പർ നൗൺസിന്റെ നൗണിന് അവസാനം താ വരുന്നതിന് എന്തുണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല എന്ന് പഠിച്ചു. ഉദാഹരണം ഹംസത്തു, ഉസാമത്തു ഒക്കെ പറയുന്ന പോലെ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി എന്റെ അടുക്കൽ ഇല്ല എന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ്. മാ ഇന്തി ലാ നോ ഐ ഡോണ്ട് ഹാവ് എന്നുള്ളതിന് എന്താ പറയാ? ലാ മാ ഇന്തി എന്റെ അടുക്കൽ ഇല്ല. നോ ഐ ഡോണ്ട് ഹാവ്. അടുത്തത് 11th ചാപ്റ്റർ. 11th ചാപ്റ്റർ ഒരു എന്താ പറയാ ഇതുവരെയുള്ള പാഠത്തിന്റെ റിവിഷൻ ആണ്. അതായത് നമ്മളിപ്പോ 10th ചാപ്റ്റർ വരെ എന്താണ് പഠിച്ചത് അതിന്റെ ഒക്കെ ഒരു ഇതാണ്, സംഗ്രഹമാണ് എന്ത് ഈ 11th ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുള്ളത്, നമ്മൾ സി പഠിച്ചു, സി പ്രൊപ്പോസിഷൻ പഠിച്ചു. ഇനി പഠിക്കാൻ പോണത് എന്താണ്? ഇവിടെ പഠിക്കാൻ പോണത് ഫീഹി. ഫീഹി പറഞ്ഞാൽ അതിലുണ്ട്. അത് ഫീഹി പറഞ്ഞാൽ അതിലുണ്ട് പറഞ്ഞാൽ എന്താണ്? അതൊരു മസ്കുലിൻ ആണ്. അതായത് ഒരു പുല്ലിംഗാണ് ഫീഹി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫെമിനിൻ ആണ് എന്ത്? ഫീഹ. ഫീഹി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിലുണ്ട്, അതിലുണ്ട്. അതൊരു മസ്കുലിൻ ആണ്. അതിന്റെ ഫെമിനിൻ സ്ത്രീലിംഗമാണ് എന്ത്? ഫീഹ, അതിലുണ്ട്. പിന്നെ ഇതിൽ പഠിക്കാൻ പോണത് ഉഹിബു. നമ്മളിപ്പോ മലയാളത്തിൽ പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ്, ഐ ലൈക്ക്. അതിന് അറബിയിൽ പറയുന്നതാണ് എന്ത്? ഉഹിബു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. അപ്പൊ ഉഹിബുൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഉഹിബു എന്ന പദത്തിന് ശേഷം വരുന്നു. ഉഹിബു പറഞ്ഞാൽ എന്താ? ഐ ലവ്, ഞാൻ സ്നേഹിക്കുന്നു, ഐ ലൈക്ക്, ഐ ലവ്, ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പൊ അതിന്റെ ശേഷം വരുന്നത് എന്തായിരിക്കും? അതിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും, അതായത് കർമ്മം. അതിന് ശേഷം വരുന്നത് എന്തായിരിക്കും? കർമ്മമായിരിക്കും. അപ്പൊ അതിനെന്ത് വേണം? ഫതഹത്ത് ആയിരിക്കണം വേണ്ടത്. അതായത് ഉഹിബു, അതിപ്പോ വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഉഹിബു എന്നതിന് ശേഷം ഉഹിബു ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതിന് ശേഷം വരുന്നതിന് ഫതഹത്ത് ആയിരിക്കും, കാരണം കർമ്മമായത് കൊണ്ട്.
ഉഹിബു ഞാൻ സ്നേഹിക്കുന്നു, അതിന് ശേഷം വരുന്നതിന് ഫത്ഹത്തായിരിക്കണം, കാരണം കർമ്മമായതുകൊണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉഹിബുക്ക് ശേഷം, അതായത് മുത്തക്കല്ലിമിന്, അതായത് സംസാരിക്കുന്ന ആളെ യാ വരുമ്പോ, അതായത് ഇപ്പൊ കലമി, ഉഹിബു കലമി, ഞാൻ എന്റെ പേനയെ ഇഷ്ടപ്പെടുന്നു. ഉഹിബു അബി, ഞാൻ എന്റെ ഉപ്പയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അബി എന്നുള്ളത് എന്താണ്? സംസാരിക്കുന്ന ആള് പറയാണ് എന്റെ ഉപ്പാണ്. യാവുൽ മുത്തക്കല്ലിം അവസാനം വന്ന് സംസാരിക്കുന്ന ആള്. അപ്പൊ സംസാരിക്കുന്ന ആളാണ് പറഞ്ഞത് എന്ത്? അപ്പൊ അതിനെന്തുണ്ടാവില്ല? നസ്ബ് ഫത്ഹത്ത് അവസാനം ഉണ്ടാവില്ല. കാരണം എന്താണ്? അവസാനം കലമി, അത് അങ്ങനെയാണ് വേണ്ടത്. കലമി എന്റെ പേന, അബി എന്റെ ഉപ്പ. അവിടെ അബിയ കലമിയ എന്ന് പറയരുത്. അപ്പൊ മുത്തക്കല്ലിമിന്റെ യാ വരുമ്പം, അതായത് സംസാരിക്കുന്ന ആള് പറയുമ്പം അവസാനം എന്തുണ്ടാവില്ല? നസ്ബ് ഉണ്ടാവില്ല. അല്ലാത്തതിനൊക്കെ എന്ത് വേണം? ഉഹിബുക്ക് ശേഷം വരുന്ന പദത്തിന് എന്ത് വേണം? നസ്ബ് ഫത്ഹത്ത് വേണം. പിന്നെ ഇതുവരെ എത്ര ക്രിയകൾ പഠിച്ചു നമ്മള്? വേർബ്സ് പഠിച്ചു. എത്ര വേർബ്സ് പഠിച്ചു? ആരെന്തൊന്നും പറയാത്തത്? ഇതുവരെ എത്ര ക്രിയകൾ പഠിച്ചു? ذهب جلس خرج. ദഹബ ജലസ ഖറജ. ദഹബ പറഞ്ഞാൽ എന്താണ്? അവൻ പോയി. ജലസ പറഞ്ഞാല് അവൻ ഇരുന്നു. ഖറജ പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. ഇതൊക്കെ എന്താണ്? പാസ്റ്റ് ആയിട്ടുള്ളതാണ്. പാസ്റ്റ് ആണ്, അതായത് മാലിയാണ്, ഭൂതകാലത്ത് കഴിഞ്ഞതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇലാഫത്ത് ചെയ്യുന്നത് പഠിച്ചു. അത് എല്ലാം കൂടി ആയിട്ട് ഇതിൽ വരുന്നതിൽ ഇലാഫത്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രപ്പോസിഷൻസ് വരുന്നതുണ്ട്, എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ്. അപ്പം ഇലാഫത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ദഹബ ബിൽ, ഉദാഹരണം ദഹബന്റെത് പറയുമ്പോൾ ദഹബ ബിലാലിൻ, ബിലാല് പോയി. പിന്നെ എന്താണ്? ഇലാഫത്ത് വരുന്നുണ്ട്, അത് ഇതില് പറയും. പിന്നെ പ്രപ്പോസിഷൻസ്, അതായത് മിൻ, അല, ഫി, തഹ്ത, അമാമ, ഇന്ദ, ഇതൊക്കെ വന്നിട്ടാണെങ്കിൽ പ്രപ്പോസിഷൻസ് ഫി, അല, മിൻ, ഇല, ഇത് വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് എന്തായിരിക്കും? കസ്റായിരിക്കും. പിന്നെ ഇന്ദ, അമാമ, ഖൽഫ, ഇതിനു ശേഷം വരുന്നതിന് എന്തായിരിക്കും? കസ്റായിരിക്കും. കാരണം എന്താ? ഇലാഫത്ത് ആയതുകൊണ്ട്. ഇതായി സ്ക്രീനിൽ വരയ്ക്കുന്നത്. അപ്പൊ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന് എല്ലാവരും ആൻസർ പറയണേ. ഹാദാ റജുലുൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാദാ റജുലുൻ, ഹാദർ റജുലു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹാദാ റജുലുൻ എന്ന് പറഞ്ഞാല് അതൊരു ഫുൾ വാചകമാണ്. ദിസ് ഈസ് എ അല്ല, മാൻ. ദിസ് ഈസ് എ മാൻ. ഹാദർ റജുലു എന്ന് പറഞ്ഞാൽ ദിസ് മാൻ. ദിസ് മാൻ, അത് വാചകം പൂർണ്ണമല്ല. ആരാ ഇപ്പൊ പറഞ്ഞ? ഞാൻ കണ്ടില്ല, ആരാ പറഞ്ഞ? സീനത്ത്. വെരി ഗുഡ്. അപ്പൊ ഹാദാ റജുലിൻ പറഞ്ഞാൽ എന്താണ്? അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ദിസ് ഈസ് എ മാൻ, ഇതൊരു പുരുഷനാകുന്നു. ഹാദർ റജുലു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ? ദിസ് മാൻ, ഈ പുരുഷൻ. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. അപ്പൊ നോക്കല്ലേ. ഹാദാ ബൈത്തി, ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, ഈ പിക്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹാദാ ബൈത്തി, ഹാദാ ഇത്, ബൈത്തി എന്റെ വീടാകുന്നു. ഹാദാ ബൈത്തി, ഇത് എന്റെ വീടാകുന്നു. ദിസ് ഈസ് മൈ ഹോം. ബൈത്തി എന്റെ വീട്, അമാമൽ, അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? അമാമൽ മസ്ജിദി. കാരണം എന്താണ്? അമാമ വന്നത് കൊണ്ട് അതിന് ശേഷം വരുന്നതിന് എന്ത് വേണം? കസ്റ് വേണം. അപ്പൊ ബൈത്തി അമാമൽ മസ്ജിദി, കാരണം എന്താണ്? ഇലാഫത്ത് ആയതുകൊണ്ട്. വീട്, പള്ളിയുടെ മുമ്പിലാകുന്ന എന്റെ വീട്. അപ്പൊ അവിടെ ഇലാഫത്താണ്, ഇന്ത്യയുടെ അർത്ഥം കിട്ടി. ബൈത്തി എന്റെ വീട്, അമാമൽ മസ്ജിദി മസ്ജിദിന്റെ മുമ്പിലാകുന്നു. ബൈത്തി ജമീലുൻ, എന്റെ വീട് എന്താണ്? ഭംഗിയുള്ളതാകുന്നു. ഭംഗിയുള്ളതാകുന്നു. ബൈത്തി പറഞ്ഞാൽ എന്റെ വീട്, ജമീലുൻ ഭംഗിയുള്ളതാകുന്നു. പിന്നെ ഫീഹി, അപ്പൊ ഫീഹി അതിലുണ്ട്. ഹദീഖത്തുൻ പൂന്തോട്ടം. ഹദീഖത്ത് എന്ന് പറഞ്ഞാല് പൂന്തോട്ടമാണ്, ഗാർഡൻ അല്ലാത്ത ഗാർഡനും പറയും. വീട്ടിന് മുന്നിലുള്ള ഗാർഡനും പറയും, അല്ലാത്ത ഗാർഡനും പറയും. ഫീഹി ഹദീഖത്തുൻ സഈറത്തുൻ, അതിലെന്തുണ്ട്?
ചെറിയ പൂന്തോട്ടമുണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഫീഹി വന്നത്? ഇവിടെ ഹദീഖത്തുനല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഫീഹി വന്നത്? ബൈത്തിന്റെ ബൈത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ ബൈത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ബൈത്ത് എന്താണ്? ഒരു പുല്ലിംഗമാണ്. അപ്പൊ ബൈത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫീഹി എന്റെ വീട്ടിലുള്ള കാര്യമാണ്. അപ്പൊ ഫീഹി ബൈത്തിന്റെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഫീഹി അതിലുണ്ട് ഹദീഖത്തുൻ സ്വഈറത്തുൻ, ചെറിയ പൂന്തോട്ടമുണ്ട്. അപ്പൊ ഹദീഖത്തുൻ സ്വഈറത്ത് എന്താ ഇവിടെ? സിഫ സിഫത്ത് നാമവിശേഷണമാണ്. ഹദീഖത്തിന്റെ സിഫത്താണ് എന്ത്? സ്വഈറത്തുൻ. അപ്പൊ നിങ്ങൾ ഇനി നോക്കണം കേട്ടോ. ഇതിലെന്താ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പൊ ആലോചിക്കുക, ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും ശ്രദ്ധിക്കാം. ഹാദിഹി ഉർഫത്തി, ഹാദിഹി ഇത്, ഉർഫത്തി എന്റെ റൂമാകുന്നു. ഉർഫത്തുൻ പറഞ്ഞ റൂം. ഹാദിഹി ഉർഫത്തുൻ ഇത് എന്റെ റൂമാകുന്നു. പിന്നെ ഫീഹ അതിലുണ്ട്. അപ്പൊ ഇവിടെ ഫീഹ എന്ന് വരാൻ കാരണം എന്താ? ഫീഹ അതിലുണ്ട് എന്ന് പറയാൻ കാരണം എന്താ? ഉർഫത്ത് എന്താണ്? ഒരു സ്ത്രീലിംഗമായ പദമാണ്. സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് എന്ത് റൂമിൽ ഇനിയിപ്പോ ഹാദിഹി ഉർഫത്തി ഇത് എന്റെ റൂമാകുന്നു. ഇനി റൂമിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാ പറയുന്നത്. അപ്പൊ ഇവിടെ ഫിഹ എന്ന് ഉദ്ദേശിച്ച് ഈ ഹ എന്ന പ്രോനൗൺ ഏതിലേക്കാണ് മടങ്ങുന്നത്? ഉർഫത്തിലേക്കാണ്. അപ്പൊ എന്താണ്? ഫിഹ അതിലുണ്ട് എന്ത്? നാഫിദത്തുൻ വിൻഡോ, കബീറത്തുൻ വലിയ വിൻഡോ. അപ്പൊ ഫിഹ അതിലുണ്ട്. ഏതില്? എന്റെ റൂമിലുണ്ട് എന്ത്? നാഫിദത്തുൻ വിൻഡോ, ജനൽ, കബീറത്തുൻ വലിയ ജനലുണ്ട്. അപ്പൊ നാഫിദത്തിന്റെ സിഫത്താണ് എന്ത്? കബീറത്തുൻ. നാമവിശേഷനാണ് എന്ത്? കബീറത്തുൻ. ഫീഹ അതിലുണ്ട് നാഫിദത്തുൻ കബീറത്തുൻ വലിയ ജനലുണ്ട്. മിർവഹത്തുൻ ജമീലത്തുൻ പിന്നെന്താ ഉള്ളത്? ആൻഡ് ബ്യൂട്ടിഫുൾ ഫാൻ. മിർവഹത്തുൻ പറഞ്ഞാല് ഫാൻ, ജമീലത്തുൻ പറഞ്ഞാൽ ഭംഗിയുള്ള. അപ്പൊ അതിലെന്തുണ്ട്? വലിയ ജനലും ഉണ്ട്. മിർവഹത്തുൻ ജമീലത്തുൻ ഭംഗിയുള്ള ഫാനും ഉണ്ട്. അപ്പൊ മിർവഹത്തിന്റെ സിഫത്താണ് എന്ത്? നാമവിശേഷനാണ് എന്ത്? ജമീലത്തുൻ ഭംഗിയുള്ള. പിന്നെ ഹാദാ സരീരി, ഹാദാ സരീരി ഇത് എന്റെ കട്ടിലാകുന്നു. വഹാദാ കുർസിയുൻ ഇത് എന്റെ ചെയർ ആകുന്നു, കസേര ആകുന്നു. ഹാദാ സരീര്, സരീർ പറഞ്ഞ കട്ടില്. ഹാദാ സരീരി ഇത് എന്റെ. ഇവിടെ ഒക്കെ എന്റെ എന്നുള്ള അർത്ഥം എവിടുന്ന കിട്ടുന്നത്? അവസാനത്തെ യാ ഇതാണ് സംസാരിക്കുന്ന ആളെ. എന്നെ പറ്റിയിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാനാ സംസാരിക്കും. ഇത് എന്നെ പറ്റിയിട്ടാ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യാ മുത്തക്കല്ലിമിന്റെ യാ, സംസാരിക്കുന്ന ആളെ യാ ആണത്. ഹാദാ സരീറി ഇത് എന്റെ കട്ടിലാകുന്നു. വഹാദാ കുർസിയുൻ, കുർസിയി കുർസിയുനല്ല കേട്ടോ. വഹാദാ കുർസിയി എന്റെയാണ് ഇവിടെ പറയുന്നത്. വഹാദാ കുർസിയി ഇത് എന്റെ ചെയർ ആകുന്നു. വഹാദാ മക്തബി ആൻഡ് ദിസ് ഈസ് മൈ ടേബിൾ, ദിസ് ഈസ് മൈ ഡെസ്ക് ഇത് എന്റെ മേശയാകുന്നു. ഹാദാ മക്തബി ഇത് എന്റെ മേശയാകുന്നു. സാഅത്തി, സാഅത്ത് പറഞ്ഞ എന്തേനു? സാഅത്തുൻ വാച്ച്. വാച്ച്. സാഅത്തി എന്റെ വാച്ച്. വ കലമി എന്റെ പേന. വ കിതാബി എന്റെ പുസ്തകം. അലൽ മക്തബി ഏതിന്റെ മേലാണ്? ഡെസ്കിന്റെ മേലാണ്. മൈ വാച്ച് ആൻഡ് മൈ പെൻ ആൻഡ് മൈ ബുക്ക് ഈസ് ഓൺ ദി ഡെസ്ക്. മേശന്റെ മേലാണ് എന്ത്? എന്റെ വാച്ചും എന്റെ പെന്നും എന്റെ ബുക്കും ഒക്കെ എന്തിന്റെ മേലാണ്? മേശയുടെ മേലെയാണ്. ഹക്കീബത്തി, ഹക്കീബത്തി എന്റെ ബാഗ്. ഹക്കീബത്ത് പറഞ്ഞാൽ എന്താ? ബാഗ്. ഹക്കീബത്തി എന്റെ ബാഗ്. തഹ്തൽ മക്തബി മേശയുടെ അടിയിലാകുന്നു. എന്റെ ബാഗ് എവിടാണ്? തഹ്ത എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ, താഴെ. മക്തബി, മക്തബ് പറഞ്ഞാൽ ഡെസ്ക്. മേശയുടെ അടിയിലാകുന്നു. അപ്പൊ ഇവിടെ തഹ്ത വന്നതുകൊണ്ട് എന്താണ്? മക്തബിന് കസ്റ് കൊടുക്കണം. കാരണം എന്താ? ഇലാഫത്താണ്. മേശയുടെ അടിയിലാകുന്നു എന്റെ ബാഗ്. അടുത്തത് നാഫിദത്തുൻ, നാഫിദത്തുൻ അല്ല, നാഫിദത്തു ഉർഫത്തി എന്റെ റൂമിന്റെ ജനൽ. അതായത് ഇവിടെ ഇലാഫത്താണ്. നാഫിദത്തു ഉർഫത്തി എന്റെ റൂമിന്റെ ജനൽ. മഫ്തൂഹത്തുൻ എന്താണ്? തുറക്കപ്പെട്ടതാകുന്നു, തുറക്കപ്പെട്ടതാകുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഈ മഫ്തൂഹത്തുൻ പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേറ്റീവ് പാർട്ടാണ്. ഇൻഫോർമേറ്റീവ് പാർട്ട് പറഞ്ഞാൽ എന്താ? ഖബർ. ഖബറാണ് എന്ത്? മഫ്തൂഹത്തുൻ ഇൻഫോർമേറ്റീവ് പാർട്ട്. എന്റെ റൂമിന്റെ ജനൽ എന്താണ്? തുറക്കപ്പെട്ടതാകുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും വേർഡ്സ് കിട്ടാത്തുണ്ടോ? ഈ പാരഗ്രാഫിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ?
എന്തെങ്കിലും വേർഡ് കിട്ടാത്ത ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. هذا بيتي بيتي أمام المسجد. എന്റെ വീട് പള്ളിയുടെ മുമ്പിലാണ്. ബൈത്തി ജമീലുൻ, എന്റെ വീട് ഭംഗിയുള്ളതാണ്. ഫീഹി, അതിലുണ്ട് ഹദീഖത്തുൻ, പൂന്തോട്ടം ചെറിയത്. ഹാദിഹി ഉർഫത്തി, എന്റെ റൂമാണ്. ഫിഹ, അതിലുണ്ട് നാഫിയത്തുൻ കബീറത്തുൻ, വലിയ ജന. എന്താ ഡൗട്ട് ഇല്ല? അടുത്തേക്ക് പോ. അതാരും ഒത്ത വായിക്കണേ. ഹാദാ സരീർ, അതാണ് എന്റെ കട്ടില്. വഹാദാ കുർസിയുൻ, വഹാദാ മക്തബി. ഇനി അടുത്ത പേരെന്താ? താഴത്തെ ഉർഫത്തു അഹി. ഹാദിഹി ഉർഫത്തി. ഇവിടെ ഹാദിഹി വരാൻ കാരണം എന്താണ്? ഹാദിഹി വരാൻ കാരണം എന്താണ്? ഉർഫത്ത് സ്ത്രീലിംഗം. ഉർഫത്ത് ആയതുകൊണ്ട് ഉർഫത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഹാദിഹി ഉർഫത്തുൻ, ഹാദിഹി ഉർഫത്തു. ഈ റൂം അഹി, എന്റെ സഹോദരൻ, ഈ റൂം എന്റെ സഹോദരന്റേതാകുന്നു. ഹാദിഹി ഹാദിഹി ഉർഫത്തി, ഇതിന്റെ റൂമാകുന്നു. അഹി പറഞ്ഞാല് എന്റെ സഹോദരൻ, ഉർഫത്ത് റൂം. ഹാദിഹി ഉർഫത്തു അഹി, ഇതെന്റെ. തിൽക ഉർഫത്തു ഉഖ്തി, അതോ എന്റെ സഹോദരിയുടെ റൂമാകുന്നു. ഇവിടെ ഇലാഫത്താണ്. തിൽക ഉർഫത്തു ഉഖ്തി, അത് എന്റെ സഹോദരിയുടെ റൂം. കബീറത്തുൻ, വലുതാകുന്നു. അപ്പൊ എന്താ ഇവിടെ ഖബറാണ്, ഇൻഫോർമേറ്റീവ് പാർട്ടാണ്. ഉർഫത്തു അഹി, എന്റെ സഹോദരന്റെ റൂം. കബീറത്തുൻ, വലുതാകുന്നു. ഉർഫത്തു ഉഖ്തി, എന്റെ സഹോദരിയുടെ റൂം. സ്വഈറത്തുൻ, ചെറുതാകുന്നു. അപ്പോൾ സ്വഈറത്തുൻ എന്താണ്? ഇൻഫോർമേറ്റീവ് പാർട്ടാണ്, ഖബറാണ്. ഉർഫത്തു അഹി, എന്റെ റൂം. അമാമ ഉർഫത്തി, അല്ല, എന്റെ സഹോദരന്റെ റൂം ചെറുതാകുന്നു എന്നാണ്. സ്വഈറത്തുൻ, ചെറുതാകുന്നു. അതെങ്ങനെ സിഫത്താവാം? ഫസ്റ്റ് ലൈനില് ലാസ്റ്റ് എൻഡിങ്ങിൽ വരുമ്പോഴത്തേക്ക് അത് സിഫത്താന്നല്ലേ പറഞ്ഞത്? ഹദീഖത്തു സഗീറത്തുൻ. അത് എല്ലാം വരൂലല്ലോ. ഇവിടെ എന്താണ്? കേട്ടില്ല. ഇവിടെ നിങ്ങള് വേർഡ് അർത്ഥം നോക്കി. ഇവിടെ ഹദീഖത്തുൻ സ്വഈറത്തുൻ, ചെറിയ പൂന്തോട്ടം. ഇവിടെ ചെറിയാന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഹദീഖത്തിനാണ് ഇവിടെ വിശേഷിപ്പിച്ചത്, ചെറുതെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്? ഉർഫത്തു ഉഖ്തി, എന്റെ സഹോദരിയുടെ റൂം എന്താണ്? ചെറുതാകുന്നു എന്നാണ്. ഇവിടെ സിഫത്തല്ല, ഇവിടെ ഇൻഫോർമേറ്റീവ് ആണ്. ഇവിടെ ഉർഫത്തു ഉഖ്തി, എന്റെ സഹോദരന്റെ റൂമിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് എന്ത്? സ്വഈറത്തു എന്നുള്ളത്. ഇവിടെ ഉർഫത്തു ഉഖ്തി, എന്റെ സഹോദരിയുടെ റൂം. അപ്പൊ അതെന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളിങ്ങനെ കാത്തുക. അപ്പൊ അതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്? സ്വഈറത്തുൻ. ഇവിടെ അതിന് ഹദീഖത്തുൻ സ്വഈറത്തുൻ, ഇതിന്റെ വിശേഷനാണ് എന്ത്? സ്വഈറത്തുൻ. ഓക്കെ, അതിനാണ് അർത്ഥം പറഞ്ഞിരുന്നത്. പിന്നെ ഉർഫത്തു അഹി, എന്റെ സഹോദരന്റെ റൂം. ഉർഫത്തു അഹി, എന്റെ സഹോദരന്റെ റൂം. അമാമ ഉർഫത്തി, എന്റെ റൂമിന്റെ മുമ്പിലാകുന്നു എന്റെ സഹോദരന്റെ റൂം. ഉർഫത്തു ഉഖ്തി, എന്റെ സഹോദരിയുടെ റൂം. അമാമൽ മത്ബഹി, കിച്ചൺ, അടുക്കളയുടെ മുമ്പിലാകുന്നു എന്റെ സഹോദരിയുടെ റൂം. പിന്നെ ലീ അഹുൻ വാഹിദുൻ, ലീ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്താണ് ഉപയോഗിച്ചത്? എന്താണ് ഇവിടെ? റിലേഷൻ ആണ് പറഞ്ഞത്. റിലേഷന് പറയുമ്പോ എന്താ ഉപയോഗിക്കേണ്ടത്? ലീ എന്നാണ്. ലീ, എനിക്കുണ്ട്. അഹുൻ വാഹിദുൻ, ഒരു സഹോദരനുണ്ട് എനിക്ക്. ഇസ്മുഹു, അപ്പൊ ഇവിടെ ഇസ്മുഹു എന്നാണ് പറയേണ്ടത്, ഇസ്മുഹു എന്നാണ് പറയേണ്ടത്. ലീ അഹുൻ വാഹിദുൻ ഇസ്മുഹു ഉസാമ. ഇവിടെ ഇസ്മുഹു എന്ന് പറയരുത്. ലീ അഹുൻ വാഹിദുൻ ഇസ്മുഹു ഉസാമ, അവന്റെ പേര്. എനിക്കൊരു സഹോദരനുണ്ട്, അവന്റെ പേര് എന്താണ്? ഇസ്മുഹു, അവന്റെ പേര് ഉസാമ. ഉസാമാണ്. അപ്പൊ ഇവിടെ ഉസാമ എന്നുള്ളത് എന്താണ്? ഒരു ബോയിന്റെ പേരാണ്. ഇതൊരു മസ്കുലീൻ ആണ്. പക്ഷെ എന്താണ്? ഇവിടെ ഈ അവസാനത്തെ താ വന്ന്, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ തെൻവീന് കളയപ്പെടും. അപ്പൊ നിങ്ങള് സ്ത്രീലിംഗത്തിൽ മാത്രമല്ല പുല്ലിംഗത്തിലും ഈ താ വരാണെങ്കിൽ എന്താണ്? സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഈ താ ആണുങ്ങളിലും വരാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ തെൻവീന് കളയപ്പെടും. അത് ജനറൽ ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ
വലി എനിക്കുണ്ട്. ഉഹ്തുൻ വാഹിദത്തുൻ. ഇവിടെ ഉഹ്തുൻ ആയതുകൊണ്ട് ഇവിടെ വാഹിദത്തുൻ വന്ന്. ഒരു സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ വാഹിദത്തുൻ വന്നത്. ഇവിടെ അഹുൻ ആയതുകൊണ്ട് ഇവിടെ വാഹിദുൻ വന്നു. പിന്നെ വലി എനിക്കുണ്ട്. ഉഖ്തുൻ വാഹിദത്തുൻ. ഒരു സഹോദരി ഉണ്ട്. ഇസ്മുഹ അവളുടെ പേര്. അപ്പൊ അവൾ എന്നായപ്പോ ഇവിടെ ഹാന്നായി. ഇവിടുത്തെ പ്രോനൗൺ ഹാന്നായി. സുആദു അവളുടെ പേരെന്താ? സുആദ് ആണ്. അബി വ ഉമ്മി. അബി എന്റെ ഉപ്പ, വ ഉമ്മി എന്റെ ഉമ്മയും. ഫി തിൽക ഉർഫത്തിൽ കബീറത്തുൻ. ഫി തിൽക്കൽ ഉർഫത്തിൽ കബീറത്തി. എന്റെ ഉമ്മയും ഉപ്പയും ആ വലിയ റൂമിലാകുന്നു. അബീ വ ഉമ്മി എന്റെ ഉപ്പയും ഉമ്മയും. ഫി തിൽക്കൽ ഉർഫത്തിൽ കബീറത്തി ആ വലിയ റൂമിലാകുന്നു എന്റെ ഉപ്പയും ഉമ്മയും. അടുത്തത് അന ഉഹിബ്ബു ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഉഹിബ്ബുക്ക് ശേഷം വരുന്ന ഇസ്മിന് എന്ത് വേണം? ശേഷം വരുന്നതിന് നസ്ബ് വേണം. പക്ഷെ ഇവിടെ എന്താണ്? അനോഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അബീ വ ഉമ്മി എന്റെ ഉപ്പയെയും ഉമ്മയെയും. അപ്പൊ ഇവിടെ അബി സംസാരിക്കുന്ന ആള് യാ ആണ്. മുത്തക്കല്ലിമിന്റെ യാ ആണ് വന്നത്. അപ്പൊ ഇവിടെ എന്താ കഴിയില്ല? നമുക്ക് ഫത്ഹത്ത് കൊടുക്കാൻ കഴിയൂല. നസ്ബ് പറഞ്ഞാൽ ഫത്ഹത്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അത് ഇങ്ങനെ തന്നെയാണ്. അവിടെ മാത്രമേ വരൂല. ബാക്കി എല്ലാ സ്ഥലത്തും എന്ത് വരണം? ഉഹിബ് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളതിന് എന്ത് വരണം? സംസാരിക്കുന്ന ആളല്ലാത്ത ഏത് വന്നാലും എന്ത് വേണം? അവിടെ ഫത്ഹത്ത് കൊടുക്കണം. ഇവിടെ സംസാരിക്കുന്ന ആളാണ്. മുത്തക്കല്ലിമിന്റെ യാ വന്ന അതുകൊണ്ട് അവിടെ ഫത്ഹത്ത് കൊടുക്കാൻ കഴിയൂല. അനോഹിബു ഞാൻ സ്നേഹിക്കുന്നു. അബി എന്റെ ഉപ്പയും വ ഉമ്മി എന്റെ ഉമ്മയെയും. വഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അഹി എന്റെ സഹോദരനെയും. വ ഉഹ്തി എന്റെ സഹോദരിയെയും. അപ്പൊ ഉഹ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് എന്ത് വരണം? ഫത്ഹത്ത് കൊടുക്കണം. പക്ഷെ ഏതിനൊഴികെ? മുത്തക്കല്ലിമിന്റെ യാ വരുമ്പോൾ ഒഴികെ. മുത്തക്കല്ലിമിന്റെ യാ വരുമ്പോ, അതായത് മുത്തക്കല്ലിമിന്റെ യാ പറയുമ്പോ സംസാരിക്കുന്ന ആള്. അബി എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ എന്ത് ഫത്ഹത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് ജസ്റ്റ് നോക്കി എന്തെങ്കിലും വേർഡ്സ് കിട്ടാത്തുണ്ടോന്ന്. ഈ അമാമ എന്ന് പറഞ്ഞാല് മുൻപിലുള്ളത് ഇൻഫ്രണ്ട് എന്നാണോ അമാമ എന്ന് പറഞ്ഞാല്? ഇൻഫ്രണ്ട് മുമ്പിൽ. ഓക്കെ. പിന്നെ ഹോംവർക്ക് അയക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ടല്ലോ. നിങ്ങൾ കറക്റ്റ് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് എത്ര ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഹോംവർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ ഇത് പഠിക്കുന്നതിനോട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ അതിന്റെ മുന്നത്തെ വീക്കിൽ തന്ന അസൈൻമെന്റ് വരെ കുറച്ച് ആൾക്കാർ അയച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് പഠിക്കാതെ അല്ല, തരുന്ന അസൈൻമെന്റ് മര്യാദയ്ക്ക് ചെയ്യാതെ ഇത് ക്ലാസ് കേട്ടുകൊണ്ട് മാത്രമേ കാര്യമില്ല. പ്രാക്ടീസും കൂടി വേണം. ഏജ് പ്രാക്ടീസ് വേണം. എന്നാ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് എടുക്കാം, എക്സസൈസിലേക്ക്. ഓക്കെ. ഒരാൾ വായിച്ചോളി. മൻ ഫി ഹാസൽ വായിച്ചോളി. ബൈത്തി من في هذا البيت ബൈത്തി മൻ ഫീ ബൈത്ത്. هذا البيت അർത്ഥമാണോ? ഫീഹി മൻ ഫി ഹാദൽ ബൈത്തി പറഞ്ഞാൽ എന്താണ്? ആരാണ് ഈ വീട്ടിലുള്ളത്? വായിച്ചോളി. ഫീഹി حامد ഹാമിദുൻ. അതിന്റെ അർത്ഥം പറഞ്ഞോളി. حامد അതിലുള്ളത് حامد അതിലുള്ളത് ആരാണ്? അതിലുണ്ട് ആര്? ഹാമിദുൻ. ഹാമിദാണ് അതിലുള്ളത്. ഏതില്? വീട്ടില്. അടുത്ത രണ്ട്. ماذا في الحقيبة മാതാ ഫിൽ ഹക്കീബത്തി. മാതിന്റെ അർത്ഥം എന്താ? മാതാ എന്താണ്? എന്താണ്? ഫിൽ ഹക്കീബത്തി ബാഗിൽ. ബാഗിൽ എന്താണ് ഉള്ളത്? അപ്പൊ എന്താണ്? ഫിഹ കിതാബി വകലമി അവിടെ വദഫ്തരി. ഫീഹ വരെ
വദഫ്തരി. ഫീഹ വരാൻ കാരണം എന്താണ്? സ്ത്രീലിംഗം. ഹക്കീബത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഫീഹ എന്ന് വന്നത്. കിതാബ് പുസ്തകം, കലമ്, പെന്ന്, ദഫ്തർ, നോട്ട്ബുക്ക്. അടുത്തത് 3. മൻഫി സയ്യാരത്തി മൻഫി സയ്യാറത്തി, ആരാണ് കാറിൽ ഉള്ളത്? ഫീഹ അബി വ ഉമ്മി വ അഹി വ ഉഖ്തി. ഇതിലൊന്നും ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ അർത്ഥം അറിയാത്ത. നെക്സ്റ്റ് വായിച്ചോളൂ. മൻഫി മസ്ജിദിൽ ജാമിയ. ജാമിയൽ ജാമിയ കഴിഞ്ഞിട്ട് എന്താണ് അവസാനത്തെ ഇത് വായിക്കാത്ത? ജാമിയ 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 ജാമിയത്തുൽ നോ 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 അല്ല, ജാമിയത്തിൽ ജാമിയതി ആന. അവിടെ എന്താണ് തീ വരാൻ കാരണം എന്താണ്? മസ്ജിദിന് മസ്ജിദിന് വരാൻ കാരണം കസ്റ മുൻകറുണ്ട്. മസ്ജിദിൽ ജാമിയത്തിൽ ആന. ജാമ്യത്തിന് എന്താണ് കസ്റ വരാൻ കാരണം? ഇലാഫത്തായി. ഇലാഫത്ത് ആയതുകൊണ്ടാണ്. ഇവിടെ മസ്ജിദിന് കസ്റ വരാൻ കാരണം ഫീ വന്നത് കൊണ്ട്. ഇവിടെ ജാമ്യത്തിന് കസ്റ വരാൻ കാരണം ഇലാഫത്ത് ആയതുകൊണ്ടാണ്. ഇപ്പോൾ പള്ളിയിൽ അല്ല, യൂണിവേഴ്സിറ്റിയുടെ പള്ളിയിൽ ആരാണുള്ളത്? അപ്പൊ എന്താണ് അത്? അപ്പൊ എന്താ ആൻസർ? മാഫീഹി അഹദുൻ. ആരും, അതിൽ ആരുമില്ല. മാഫീഹി അതിൽ ഇല്ല, അഹദുൻ ആരുമില്ല. അടുത്തത് മംഫി ഹാദിഹിൽ ഉർഫത്തി. ആരാണ് ഈ റൂമിൽ ഉള്ളത്? ഫീഹ അൽ മുദീർ. ഫീഹൽ മുദീർ. അതെങ്ങനെ മുദീരി? മുദീരി എങ്ങനെയായി? മുദീറുന്നോ? എങ്ങനെ വന്നേ? ഫീഹ വന്നിട്ടാണെങ്കിൽ ഫീഹ ഫീഹി വന്നിട്ടാണ് ഞാൻ കസ്റ കൊടുക്കാൻ മതിയാണോ? മുദീറോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ കസ്റ കൊടുക്കണം. ഫീ വന്നാലാണ് കസ്റ കൊടുക്കണത്. ഫീഹ ഫീഹി ഒക്കെ വന്നിട്ടാണെങ്കിൽ കസ്റ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഫീഹ അതിൽ ആരാണുള്ളത്? അൽ മുദീറു, ഹെഡ് മാസ്റ്റർ ആണ് ഉള്ളത്. അടുത്ത ഒഹിബുവിന്റെ ഇതാണ്. ഒഹിബുവിന്റെ ഇതാണ് പറയുന്നത് ഇവിടെ. ഒഹിബു അബി വ ഉമ്മി, ഞാൻ എന്റെ ഉപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മുത്തല്ലിമിന്റെ സംസാരിക്കുന്ന ആളെ വന്നതോടെ നസ്ബ് ചെയ്യാൻ കഴിയൂല, ഫത്ഹത്ത് കൊടുക്കാൻ കഴിയൂല. അടുത്ത ഒഹിബു അഹി വ ഉഖ്തി, ഞാൻ എന്റെ സഹോദരനെയും സഹോദരിയെയും ഇഷ്ടപ്പെടുന്നു. ഒഹിബു സമീലി, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ ഇഷ്ടപ്പെടുന്നു. ഒഹിബു സമീലി, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്റെ അധ്യാപകനെ ഇഷ്ടപ്പെടുന്നു, ഉസ്താദിനെ. അടുത്തത് ഇവിടെ നോക്കി, ഉഹിബുന് ശേഷം എന്താ വന്നത്? ഇസ്മിന് എന്താ വന്നത്? ഫത്ഹത്ത് കൊടുത്ത്. ഇവിടെ മുത്തക്കല്ലിമിന്റെ ഇവിടെ എന്താ ഇത് കൊടുത്ത്? ഫത്ഹത്ത് കൊടുത്ത്. അപ്പൊ എന്താണ് ഉഹിബുക്ക് ശേഷം വരുന്നത്? എന്തിന്? ഫത്ഹത്ത് കൊടുക്കണം. ഒഹിബുല്ല, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. അടുത്തത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒഹിബുന് ശേഷം എനിക്ക് പിടുത്തം കിട്ടിയേ. നേരത്തെ പിടുത്തം കിട്ടിയില്ല. അതല്ലേ ഈ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എനിക്ക് എപ്പോഴും ഡൗട്ടാണ്, എന്താ ഇത് ഇങ്ങനെ എങ്ങനെയാന്നുള്ളത്. ഇപ്പോഴാണ് നെസ്ബാണ് എന്നുള്ള പിടുത്തം കിട്ടി. ഇവിടെ നസ്ബ് വരേണ്ട കാരണങ്ങൾ ഉണ്ടായിട്ടാണെങ്കിൽ മാത്രമേ ഇവിടെ നസ്ബ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ലൊമ്മായിരിക്കും. ഇവിടെ മുന്നിലൊന്നുമില്ല, അപ്പൊ നബി എന്നാ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് പറയാ. അപ്പൊ നബിയാന്നല്ലേ നമ്മള് പറയാ. അത് ഞാൻ അവിടെ ഉള്ള കാര്യമല്ല പറഞ്ഞ, ഞാൻ ഇവിടെ ഇസ്മിൻ്റെതാ പറഞ്ഞ. അതായത് ഇവിടെ ഉഹിബ് വന്നത് കൊണ്ടാണ് അത് അവിടെയൊക്കെ നോക്കില്ലേ. ഇവിടെ ഇപ്പൊ നബിയൊക്കെ ഫത്ഹത്ത് വരാൻ കാരണം എന്താണ്? ഉഹിബ് വന്നത് കൊണ്ടാണ്. ഇവിടെ ഉഹിബ് നിങ്ങള് അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ പഠിക്കണില്ലല്ലോ? അപ്പൊ ക്രിയ, കർത്താവ്, കർമ്മം അത് അറിയില്ലേ? അപ്പൊ ഈ ഉഹിബുവിന്റെ അർത്ഥം പറയുമ്പോ എന്താണ്? ഉഹിബു ഒന്ന് അർത്ഥം പറഞ്ഞു നോക്കി.
ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ വാക്കിൽ തന്നെ എന്തൊക്കെ വന്നേ? ആ വാക്കില് ഞാൻ ഇഷ്ടപ്പെടുന്നു. വന്നേ. ഞാൻ അതിന്റെ നെഹ്വി ആയിട്ടുള്ള ഭാഗം പറഞ്ഞത്. ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളില് എങ്ങനെ എന്ത് വന്നുന്നോ? എന്തൊക്കെ ഉണ്ട്? അതായത് ഞാൻ ആ, ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങള് അൻസാൻ ഖുറാനില് പഠിച്ച പ്രകാരം ഒന്ന് പറഞ്ഞേ. ഒരാള് ഞാനാണ് ഞാന് കർത്താവും ക്രിയയും വന്നു. കർത്താവും ക്രിയയും വന്നു. അപ്പൊ കർത്താവും ക്രിയയും വന്ന്. അപ്പൊ കർത്താവും ക്രിയക്ക് ശേഷം പിന്നെ എന്താ വരാ? കർമ്മം. അപ്പൊ കർമ്മത്തിന് എന്താ വേണ്ടത്? ഫത്ത്. ഫത്ഹത്ത്. അതാണ് ഇവിടെ. ഉഹിബു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ക്രിയയും കർത്താവും വന്നു. ഉഹിബു പറഞ്ഞ ഇഷ്ടപ്പെടുന്നു. അത് ക്രിയയാണ്. കർത്താവ് ആരാണ്? ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിൽ തന്നെ വന്ന് ക്രിയയും കർത്താവ്. അതുകൊണ്ടാണ് അതിന് ശേഷം വരുന്നതിന് എന്ത് വരുന്നത്? നസ്ബ് ഫത്ഹത്ത് വരുന്നത്. ഇതിന് ശേഷം വരുന്നത് എന്തായിരിക്കും? അതിന്റെ ഒബ്ജക്റ്റ് കർമ്മമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫത്ഹത്ത് വരാൻ കാരണം. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ ഉഹിബു എന്ന് ഞാൻ അർത്ഥം പറയുമ്പോ എന്താ പറയുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നു പറയുമ്പോ തന്നെ അതിൽ എന്ത് വന്ന്? ക്രിയയും കർത്താവും വന്ന്. ക്രിയ ഏതാണ്? ഇഷ്ടപ്പെടുന്നു. കർത്താവ് ഏതാണ്? ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിൽ തന്നെ എന്ത് വന്ന്? ക്രിയയും കർത്താവും വന്നു. അപ്പൊ അതിന് ശേഷം വരുന്നത് എന്തായിരിക്കും? അതിന്റെ കർമ്മമാണ്. അപ്പൊ കർമ്മത്തിന് എന്ത് വേണം? കർമ്മത്തിന് നസ്ബ് വേണം. നസ്ബ് വേണം. അതുകൊണ്ടാണ് ഇവിടെ നബി. ഇവിടെ ഇനി ഉഹിബു ഇല്ല. ഇവിടെ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ഇവിടെ ലൊമ്മായിരിക്കും. ഇതിന് മുമ്പിൽ ഒന്നും ഇല്ലെങ്കിൽ ഓരോ ഇസ്മിന്റെ സാധാരണ അവസാനം എന്താണ്? എങ്ങനെ? ഓരോ ഇസ്മിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഓരോ വ്യക്തികളെ പേര് ഇങ്ങനെ പറയുമ്പോ അതിന് മുന്നിൽ ലൊമ്മത്തല്ലേ? അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഉഹിബു എന്നില്ലെങ്കിൽ ഇവിടെ എന്താ വരാ? നബിയു എന്ന വരാ. ലൊമ്മത്താണ് വരാ. ഇവിടെ ഉഹിബു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നബിയ എന്ന ഫത്ഹത്ത് കൊടുത്തത്. ബാക്കിയൊക്കെ നിങ്ങൾ കൂടുതൽ പിന്നെ പഠിക്കും. നിങ്ങളിപ്പോ ഫത്ഹത്ത് വരാനുള്ള കാരണം നോക്കിയാൽ മതി. പിന്നെ ഉഹിബു ലുഅത്തൽ അറബിയ്യ. അലുഅത്തൽ അറബിയ്യത്ത. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അലുഅത്ത എന്ത്? അറബി. അറബിയ്യത്താന്ന് വായിക്കണം. അറബിയ്യത്ത്. നിങ്ങള് ഇപ്പൊ പഠിക്കുമ്പോ അവസാനത്തത് വായിക്കുന്ന വേണം. അവസാനത്തത് ഇങ്ങനെ വായിക്കാതെ നിങ്ങൾ സാധാരണ സംസാരിക്കും കുഴപ്പമില്ല. പക്ഷെ ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും അവസാനത്തത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഉഹിബു ഞാൻ ഇഷ്ടപ്പെട്ടു ലുഅത്ത ഭാഷയെ. അപ്പൊ ഇവിടെ ലുഅത്താല ഉഹിബു വന്നത്. ഇവിടെ അറബിയത്തിന് എന്തിനാ ഫത്ഹത്ത് വന്നത്? ലുഅത്തക്ക് ഫത്ഹത്ത് വരാൻ കാരണം ഉഹിബക്ക് ശേഷം വന്നത് കൊണ്ട്. അറബിയത്തിന് ഫത്ഹത്ത് വരാൻ കാരണം എന്താണ്? അറബിയക്ക് എന്തുകൊണ്ടാ ഫത്ഹത്ത് വരാൻ കാരണം? ഈ ലുഅത്തിന്റെ വിശേഷനാണ് എന്ത്? അറബിയത്ത. അറബി ഭാഷ. ഈ ഭാഷനെ പറ്റിട്ട് വിശേഷിപ്പിക്കുകയാണ് എന്ത്? അറബി. ഈ ഇവിടെ ഭാഷ എന്നുള്ളത് വിശേഷിപ്പിക്കുകയാണ് എന്ത്? അറബി. അറബി ഭാഷയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇവിടെ ഹുഹിബു അതുകൊണ്ട് ലുഅത്തിന് എന്ത് വന്ന്? ലുഅത്ത ഫത്ഹത്ത് വന്ന്. ലുഅത്തിന്റെ നാമവിശേഷം എന്താ? അറബിയത്ത. അതുകൊണ്ട് അതിനും സെയിം ആവണ്ടേ? നാമവിശേഷണത്തിന് സെയിം ആവണ്ടേ? അതായത് മൻഊത്തിന് നഅത്തും മൻഊത്തും. അപ്പൊ നഅത്തും മൻഊത്തും എല്ലാത്തിനും 4 കാര്യത്തിൽ യോജിച്ച് വരണം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊക്കെ ഡൗട്ടല്ലേ? എന്താ ഡൗട്ട്? പറഞ്ഞേ ശരിയാവോ? നിങ്ങളെ ഡൗട്ട് എന്താ പറഞ്ഞേരി? അല്ല അത് പ്രശ്നമൊന്നുമില്ല. ശരിയായിക്കോളും. വിശേഷണമാവുമ്പോൾ ഒരേ ഹർക്കത്ത് വരും. വിശേഷമാകുമ്പോ 4 കാര്യങ്ങളിൽ യോജിച്ച് വരാം. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 4 കാര്യങ്ങള് നമ്പറില് പിന്നെ എന്താ? നമ്പറില് പിന്നെ ജെൻഡർ. അത് ഞാൻ നിങ്ങളെ പഠിക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമ്പറില് പിന്നെ അതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, പെട്ടെന്ന് കാണുമ്പോ മനസ്സിലാവാത്തത്. നിങ്ങളോട് ഫസ്റ്റ് ക്ലാസ്സിൽ സാർ എന്താ പറഞ്ഞത്? നിങ്ങൾ ഓരോന്ന് ഇതിൽ പഠിക്കുന്നത് വേർഡ്സും അതും ഇതൊക്കെ എഴുതി തന്നെ പഠിക്കണം. അല്ലാതെ നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ അസൈൻമെന്റ് കൃത്യമായിട്ട് എഴുതി അയക്കണം. അല്ലാതെ നിങ്ങൾ ക്ലാസ് കേട്ടോണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവാത്തത്. അപ്പൊ നഅത്തും മൻഊത്തും 4 കാര്യങ്ങളിൽ യോജിച്ച് വരാൻ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ,
ഏകവചനാണോ ആ. ദ്വിവചനാണോ ബഹുവചനാണോ നോക്കാം. ഈ കാര്യത്തിൽ എന്ത് വേണം? നകത്ത് മനൂത്ത് യോജിച്ച് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ജെൻഡർ. ജെൻഡർ. മനൂത്ത് പുല്ലിംഗ ആണെങ്കിൽ നകത്തും പുല്ലിംഗായിരിക്കണം. മനൂത്ത് സ്ത്രീലിംഗാണെങ്കിൽ നകത്തും സ്ത്രീലിംഗായിരിക്കണം. മൂന്നാമത്തെ കാര്യം ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? മനൂത്തിന് അല്ലുണ്ടെങ്കിൽ നകത്തിനും അല്ല് വേണം. മനൂത്തിന് അല്ലില്ലെങ്കിൽ നകത്തിനും അല്ലുണ്ടാകാൻ പറ്റൂല. പിന്നെ നൗൺ എൻഡിങ്, അതാണ് അവസാനത്തെ നൗൺ എൻഡിങ്. അവസാനത്തെ മനൂത്തിന്റെ അവസാനം എന്താണ്? അടയാളം എന്താണ്? അതന്നെ ആയിരിക്കണം നകത്തിന്റെ അടയാളം. ഓക്കെ, ഇതാണ് മനൂത്തിനകത്ത് യോജിച്ച് വരുന്ന 4 കാര്യങ്ങൾ. വേറെന്താ ഡൗട്ട്? ഡൗട്ടുകൾ ചോദിച്ചേ. ഇത് ഞാൻ മാത്രം പറഞ്ഞാല് പഠിക്കട്ടെ. നിങ്ങൾ ഇനി നല്ലോണം ഇരുന്ന് പഠിച്ചോളി. ഇൻഷാല്ലാ റെക്കോർഡ് ക്ലാസ് അയച്ചു തരില്ല, അത് കേട്ട് കേട്ട് പഠിച്ചോളി. ഞാൻ ഇനി അടുത്ത ക്ലാസ് നാളെ മുതൽ ഞാൻ റിവിഷൻ ക്ലാസ് കേട്ടോ, വോയിസ് റെക്കോർഡ് ആയിട്ട് ഓരോ ക്ലാസ്സിനും സംഗ്രഹം ഞാൻ വോയിസ് റെക്കോർഡ് ആക്കി അയക്കും. അപ്പം അത് കേട്ട് പഠിക്കാം. ഞാൻ അതിന്റെ കൂടെ ഒരു PDF അയച്ചത് നോട്ട്സ് നാളെ മുതൽ. എന്നാ 12ാമത്തെ ചാപ്റ്ററിലേക്ക് പോവല്ലേ? 12ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമ്മള് മുമ്പ് പഠിച്ച് അൻതാന്നുള്ളത്. അൻത പറഞ്ഞാ എന്താ? അൻത, നീ. അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? പുല്ലിംഗം. പുല്ലിംഗം. ഇനി അതിന്റെ സ്ത്രീലിംഗമാണ് പഠിക്കാൻ പോണത്. അൻതാന്നല്ല, ഇതിന്റെ സ്ത്രീലിംഗമാണ് എന്ത്? അൻതി. അൻത പറഞ്ഞാല് നീ ഒരു ആണ്. അതിന്റെ സ്ത്രീലിംഗമാണ് ഫെമിനിൻ ആണ് എന്ത്? നീ ഒരു പെണ്ണ്. ഓക്കെ, അതായത് നമ്മൾ അത് പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴോ നമ്മള് നിന്റെ ബുക്ക് എങ്ങനെയാണ് അറബിയിൽ പറയാ? ഒരാണിനോട് നിന്റെ ബുക്ക് എന്ന് എങ്ങനെയാ പറയാ? കിതാബുക്ക. ഒരു പെണ്ണിനോട് പറയുമ്പോഴോ? കിതാബുക്കി. അതാണ് രണ്ടാമത്തെ കാര്യം. അൻത എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗമാണ് എന്ത്? അൻതി, നീ ഒരു പെണ്ണ്. അതിന്റെ പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോ ഇപ്പൊ കിതാബുക്ക, നിന്റെ ബുക്ക്, അതൊരു പെണ്ണിനോട് പറയുമ്പോഴോ? കിതാബുക്കി, നിന്റെ ബുക്ക്. അപ്പം പൊസസീവ് പ്രോനൗൺ ഉപയോഗിക്കുമ്പോ കിതാബുക്ക ക എന്നുള്ളത് എന്താണ്? ആണിനോടാണ്. കീ എന്നുള്ളത് എന്താണ്? പെണ്ണിനോടാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ച്? ദഹബ എന്ന് പഠിച്ചു. ദഹബ പറഞ്ഞാൽ എന്താ? ദഹബ പോയി, അവൻ പോയി. അവൻ പോയി. ദഹബ്തു, ദഹബത്തു, ഞാൻ ഞാൻ പോയി. ഞാൻ പോയി. ദഹബ്ത, ദഹബ്ത, നീ പോയി. ദഹബത്ത, നീ പോയി. നീ പോയി. നീ ആര് പോയി? നീ പെണ്ണാണോ ആണാണോ? ദഹബത്ത, നീ പെണ്ണ്. അല്ല, ആണ്. ആണ്. നീ ഒരു ആണ് പോയി. അപ്പൊ ഇനി ദഹബ എന്ന് പറഞ്ഞാല് അവൻ പോയി എന്നാണ്. അപ്പൊ അതിന്റെ മുഅന്നസ് സ്ത്രീലിംഗ രൂപമാണ് ദഹബത്ത്. എന്ത്? ദഹബത്ത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത്? ദഹബത്തെയും ദഹബത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ദഹബ്ത പറഞ്ഞാല് നീ ഒരാണ് പോയി. ദഹബത്ത് പറഞ്ഞാല് അവൾ പോയി. ദഹബ്ത എന്ന് പറഞ്ഞാല് നീ ഒരാണ് പോയി. ദഹബത്തൊക്കെ ബാല് സുക്കൂനാണ്. പക്ഷെ ദഹബത്തിന് ബാക്ക് ഫത്ഹത്താണ്. ദഹബത്ത്, അവൾ പോയി. ദഹബ്ത പറഞ്ഞാല് നീ ഒരു ആണ് പോയി. രണ്ടാമത്തെ കാര്യം അതാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മള് യാതൊരുവൻ എന്നുള്ളതിന് എന്താ അർത്ഥം പറഞ്ഞത്? യാതൊരുവൻ, അല്ലതിയോ? അല്ലതി. അത് ആണിനാണ് പറയാ. അതിന്റെ മുഅന്നസിന്റെ രൂപമാണ് എന്ത്? അല്ലത്തി. അല്ലതി എന്നുള്ളതിന്റെ അല്ലതി ആണിനോടാണ് ഉപയോഗിക്കുക. അതിന്റെ പെണ്ണിന്റെ രൂപമാണ്, അതായത് സ്ത്രീലിംഗ രൂപമാണ് എന്ത്? അല്ലത്തി. അല്ലത്തി, യാതൊരുവൾ. അതായത് ഹു, വിച്ച് എന്നുള്ള അർത്ഥം വരുന്നത് ഫെമിനിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. കൈഫ ഹാലുക്കി യാ ബിന്തു. കൈഫ ഹാലുക്കി, ഹൗ ആർ യു. ഇവിടെ ഹാലുക്കി വരാൻ കാരണം എന്താണ്? ഹാലുക്കി ആരോടെ ചോദിക്കുന്നത്? പെണ്ണിനോടാണ്. യാ ബിന്തു, ഒരു പെണ്ണിനോട് ചോദിക്കുന്നതിനോടാണ് ഹാലുക്കി. ഇനി ഇവിടെ യാ വലതു ആണെങ്കിൽ എങ്ങനെ വരാം? ഹാലുക്ക. ഹാലുക്ക. അപ്പൊ നിങ്ങള്
സംസാരിക്കുമ്പോൾ ഒരാണിനോടാണ് ചോദിക്കണമെങ്കിൽ കൈഫ ഹാലുക്ക, ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത് കൈഫ ഹാലുക്കി. അപ്പൊ എന്താണ് ഹൗ ആർ യു യാ ബിന്തു എ മകളെ, പെണ്ണ് മകളെ എന്ത് ഉപയോഗിക്കാം. അടുത്ത അന ബി ഹൈരീൻ, ഐ എം ഫൈൻ. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല ഐ എം ഫൈൻ. ഇവിടെ ബി ഹൈരീനെ കസർ കൊടുക്കാൻ കാരണം എന്താണ്? തെൻവീനുള്ള എന്ത് ഇവിടെ കസർ കൊടുക്കാൻ കാരണം എന്താണ്? ഇവിടെ ബി ഹൈരീനെ കസർ കൊടുക്കാൻ കാരണം എന്താണ്? ബി ചേർന്ന് ഇവിടെ ബി വന്നത് കൊണ്ടാണ് എന്ത് ഇവിടെ കസർ കൊടുക്കാൻ കാരണം. അപ്പൊ ബി വന്നാല് അതിനുശേഷം ഇതിന് എന്ത് കൊടുക്കണം? കസർ കൊടുക്കണം. അന ബി ഹൈരി, ഐ എം ഫൈൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. മിൻ ഐന അൻതി, മിൻ ഐന അൻതി. ഇവിടെ ആരോടാ ചോദിക്കുന്നത്? ഒരു പെണ്ണിനോടാ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം. മീൻ ഐന അൻതി, ഒരു പെണ്ണിനോടാ ചോദിക്കുന്നത്. നീ എവിടെ നിന്നാണ്? വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ്? ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? അന മിൻ സൂരിയ, ഐ എം ഫ്രം സിറിയ, ഞാൻ എന്താണ് സിറിയയിൽ നിന്നാണ്. മസ്മുക്കി, മസ്മുക്കി വാട്ട് ഈസ് യുവർ നെയിം. ഇവിടെ ഒരു പെണ്ണിനോട് ചോദിക്കുന്നതിനോടാണ് മസ്മുക്കി ചോദിച്ചത്. ഒരു ആണിനോടാണ് ചോദിക്കുന്നതെങ്കിലോ മസ്മുക്ക എന്നാ ചോദിക്കുക. ഒരു പെണ്ണിനോട് ചോദിക്കുമ്പോ മസ്മുക്കി, ഒരു ആണിനോട് ചോദിക്കുമ്പോ എന്ത്? മസ്മുക്ക, മസ്മുക്ക. പെണ്ണിനോടാകുമ്പോ മസ്മുക്കി. വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ എന്താണ്? ഇസ്മി ആമിനത്തു, എന്റെ പേര് എന്താണ്? മൈ നെയിം ഈസ് ആമിന, എന്റെ പേര് ആമിന ആണ്. അടുത്തത് ഐന അബൂ, ഐന അബൂക്കി, ഐന അബൂക്കി, നിന്റെ ഉപ്പ എവിടെ? നിന്റെ ഉപ്പ എവിടെയാണ്? അബൂക്കി, ഐന അബൂക്കി, നിന്റെ ഉപ്പ എവിടെയാണ്? ഒരു പെണ്ണിനോട് ചോദിക്കുന്നതിനോടാണ് അബൂക്കി, ആണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ അബൂക്ക. ഇവിടെ പെണ്ണിനോടാ ചോദിക്കുന്നത്. അപ്പൊ പറയാ ഐന അബൂക്കി, നിന്റെ ഉപ്പ എവിടെയാണ്? അപ്പൊ എന്താ പറയാ? അബി, എന്റെ ഉപ്പ ഹുന, ഇവിടെയാണ്. എവിടെ? ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറയിലാണ്. ഇവിടെ എന്റെ ഉപ്പ ഇവിടെ മദീന മുനവ്വറയിലാണ്. അപ്പൊ ഇവിടെ മദീന മുനവ്വറ എന്താണ്? മദീനന്റെ നാമവിശേഷനാണ് എന്ത്? മുനവ്വറ എന്നുള്ളത്. ഇവിടെ മദീനത്തിന് ഫീ വന്നത് കൊണ്ട് കസ്റ് കൊടുത്ത്. അപ്പൊ ഈ ഇതിന് കസ്റ് വരാൻ കാരണം എന്താ? ഈ മദീനത്തിന്റെ വിശേഷനാണ് എന്ത്? മുനവ്വറ എന്നുള്ളത്. അപ്പൊ എന്താണ്? അതിനു കസ്റ്. അബി ഹുന, എന്റെ ഉപ്പ ഇവിടെ ഉണ്ട്. ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറയിലുണ്ട് എന്റെ ഉപ്പ. ഇവിടെ മദീന മുനവ്വറയിലുണ്ടോ എന്റെ ഉപ്പ. ഹുവ മുഫത്തിഷുൻ, മുഫത്തിഷ് എന്നുള്ളത് ഒരു പുതിയ വാക്കാണ്. ഹുവ മുഫത്തിഷുൻ, അദ്ദേഹം എന്താണ്? അയാൾ എന്താണ്? മുഫത്തിഷിന് ഇൻസ്പെക്ടർ ആണ്. അന്വേഷിക്കുന്നവനാണ് ആര്? എന്റെ ഉപ്പ. ഹുവ മുഫത്തിഷുൻ, മുഫത്തിഷാണ്, ഇൻസ്പെക്ടർ ആണ്. ഫിൽ മദ്രസത്തി സാനവിയത്തി, എവിടെ? സെക്കൻഡറി സ്കൂളിൽ, സെക്കൻഡറി സ്കൂളിലെ മുഫത്തിഷാണ് എന്ത്? എന്റെ ഉപ്പ. അപ്പൊ ഇവിടെ മദ്രസത്തിന്റെ സിഫത്താണ് എന്ത്? സാനവിയത്ത്. ഇവിടെ മദ്രസ സാനവിയത്തിന് എന്ത് വന്നിക്കണ്? കസ്റ് വന്നിക്കണ്. അല്ലാതെ ഇളാഫത്ത് ആയതുകൊണ്ടല്ല ഇവിടെ വരാൻ കാരണം. ഇവിടെ ഈ മദ്രസത്തിന്റെ വിശേഷനാണ് എന്ത്? സെക്കൻഡറി. ഇവിടെ സ്കൂളിനെ പറ്റിയിട്ട് വിഷയം എന്ത് സ്കൂളാണ്? സെക്കൻഡറി സ്കൂളാണ്. സെക്കൻഡറി സ്കൂളിലെ മുഫത്തിഷാണ്, ഇൻസ്പെക്ടർ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെ ഇവന്റെ ഉപ്പ. വ ഐന ഉമ്മുക്കി, വ ഐന ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെ? വേർ ഈസ് യുവർ മദർ. ഒരു പെണ്ണിനോട് ചോദിക്കുന്നതിനോട് ഉമ്മുക്കി. അപ്പൊ എന്താണ്? ഹിയ ഓയിലൻ ഹുന, ഷീ ഈസ് ഓൾസോ ഹിയർ, അവൾ എന്താണ്? ഇവിടെയാണ്. എവിടെ? മദീനയിലാണ്. അപ്പൊ ഉപ്പന്റെ കൂടെ തന്നെയാണ് ഇമ്മി. ഹിയ ഓയിലൻ, ഓയിലൻ പറഞ്ഞാൽ ഓൾസോ. ഹിയ ഓയിലൻ ഹുന, അവളും എന്താണ്? അവളും പറഞ്ഞാല് ഉമ്മ ഇവിടെയാണ്. ഷീ ഈസ് ഓൾസോ ഹിയർ. ഉമ്മന്റെ ജോലി എന്താണ്? ഹിയ തൊബീബത്തുൻ, അവൾ എന്താണ്? ഡോക്ടർ ആകുന്നു. ഫി മുസ്തഷ്ഫൽ വിലാദത്തി, മെറ്റേണൽ ഹോസ്പിറ്റലിൽ. അപ്പൊ ഇവിടെ വിലാദത്തിന് എന്താ കസ്റ് കൊടുക്കാൻ കാരണം? ഫി മുസ്തഷ്ഫൽ വിലാദത്തി. ഇവിടെ എന്താ നിങ്ങൾ പറഞ്ഞേരി? വിലാദത്തിന് കസ്റ് കൊടുക്കാൻ കാരണം യഥാർത്ഥത്താണ് നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ മദ്രസ സാനവിയെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് അതാണ്. ഇവിടെ മദ്രസനെ പറ്റിയിട്ടുള്ള വിശേഷനാണ് സാനവിയ. സെക്കൻഡറി സ്കൂൾ, ഏത് സ്കൂളിനെ വിശേഷിപ്പിക്കാണ് എന്ത്? സ്കൂളിനെ പറ്റിയൊരു വിശേഷനാണ് ഇത് സെക്കൻഡറി. പക്ഷെ ഇവിടെ മുസ്തഷ്ഫൽ വിലാദത്തി പറഞ്ഞാൽ എന്താണ്? മെറ്റേണൽ ഹോസ്പിറ്റൽ പറഞ്ഞാൽ പ്രസവത്തിന്റെ ആശുപത്രി.
പ്രസവത്തിന്റെ ആശുപത്രിയാണ്. അപ്പൊ അവിടെ എന്താ, അവിടെ ഇലാഫത്താണ്, അവിടെ നാമവിശേഷണമല്ല. അപ്പൊ ഇവിടെ മുസ്തശ്വക്ക് എന്ത് കൊടുക്കൂല, ഇവിടെ കസ്റ കൊടുക്കൂല. നമ്മൾ പഠിച്ച് കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ മുസ്തശ്വന്റെ അവസാനം ഈ ഇതെന്താണ്, ഈ യാ പോലുള്ള അലിഫ് എന്താണ് മാറൂല. അത് ഈ വേർഡിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. അതിനോട് മുസ്തശ്ഫി ഒന്ന് വായിക്കരുത്. ഈ വേർഡ് മുസ്തശ്ഫ എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. പിന്നെ വിലാദത്ത് എന്നുള്ളത് എന്താണ്, മുസ്തശ്ഫന്റെ ഇലാഫത്താണ് എന്ത് വിലാദത്ത്. പ്രസവത്തിന്റെ, മെറ്റേണൽ ഹോസ്പിറ്റൽ പറഞ്ഞ പ്രസവത്തിന്റെ ആശുപത്രി. അപ്പൊ അവിടെ ഇലാഫത്താണ്. അടുത്തത് വമൻ ഹാദിഹിൽ ഫത്താത്തുൽ ലത്തി മാക്കി. വമൻ ഹാദിഹി, ആരാണ് വമൻ ഹാദിഹിൽ ഫത്താത്തു, ആരാണ് ഈ യുവതി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, യുവാവിന് എന്താ പഠിച്ചത്, ഫത്ത. അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് എന്ത്, ഫത്താത്തു, യങ് ലേഡി, യങ് ലേഡി. വമൻ ഹാദിഹിൽ ഫത്താത്തു, ഈ യുവതി ആരാണ്. അല്ലത്തിയും ആക്കി, നിന്റെ കൂടെ ഉള്ളവളായ. അല്ലത്തി മാക്കി, നിന്റെ കൂടെ ഉള്ളവളായ. അപ്പൊ നിന്റെ കൂടെ ഉള്ളവളായ ഈ യുവതി ആരാണ്. അപ്പൊ ഇവിടെ ഫത്താത്ത് വന്നതുകൊണ്ടാണ് എന്ത്, അല്ലത്തി. ഈ ഫത്താത്തിനെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്, അല്ലത്തി. അല്ലത്തി വന്നു. ആ ഹിയ ഹുത്തുക്കി, അവൾ നിന്റെ സഹോദരിയാണോ. അവൾ നിന്റെ സഹോദരിയാണോ. ആ ഹിയ ഹുത്തുക്കി, അവൾ നിന്റെ സഹോദരിയാണോ. അപ്പൊ എന്താ പറഞ്ഞത്, ലാ നോ, ഹിയ ബിന്തു അമ്മി, അവൾ എന്താണ്, ബിന്തു, ഹിയ ബിന്തു അമ്മി. അമ്മി പറഞ്ഞാൽ എന്താണ്, അമ്മ അമ്മി പറഞ്ഞാല് അമ്മി പറഞ്ഞാല് പിതൃവ്യന. ഫാദറിന്റെ സൈഡിലുള്ള സഹോദരൻക്ക് പറയുന്നതാണ് അമ്മി. മാതാവിന്റെ മദറിന്റെ സൈഡിലുള്ള ഇതിന് പറയുന്നത് ഖാല്. അപ്പോൾ ഇത് അമ്മി, പിതാവിന്റെ സഹോദരനോ അതായത് അനിയനോ ഇക്കാക്കയോ ആയിരിക്കും. അപ്പൊ എന്താണ്, ഈ ബിന്തു അമ്മി, ഇതെന്റെ അമ്മാവന്റെ മകളാകുന്നു ഇവൾ. മസ്മുഹ, അവളുടെ പേരെന്താണ്. മസ്മുഹ, അവളുടെ പേരെന്താണ്. ഇസ്മുഹ ഫാത്തിമത്തു, അവളുടെ പേരെന്താണ്, ഫാത്തിമയാണ്. ആ സെമീലത്തുക്കി ഹിയ, അവൾ നിന്റെ കൂട്ടുകാരിയാ. ഇവിടെ സെമീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്ന് അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ക്ലാസ്മേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, കൊളീഗ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്. സെമീലത്തുക്കി ഹിയ, അവൾ നിന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവിടെ കീ വരാൻ കാരണം എന്താണ്, പെണ്ണിനോട് ചോദിക്കുന്നതിനോണ്ടാണ് ഇവിടൊക്കെ അൻതി കീ എന്നൊക്കെ വരാൻ കാരണം. ആ സെമീലത്തുക്കി ഹിയ, അവൾ നിന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ എന്താ പറയണത്, ലാ നോ അന ഫിൽ മദ്രസത്തിൽ മുത്തവസ്സിതത്തി. ലാ നോ, ഞാൻ എന്താണ്, ഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത, ഞാൻ മിഡിൽ സ്കൂളാണ്. അപ്പൊ ഇവിടെ മദ്രസത്തിന്റെ വിശേഷനാണ് മുത്തവസ്സിതത്തി, മിഡിൽ സ്കൂള്. ഞാൻ എന്താണ്, മിഡിൽ സ്കൂളിലാണ്. വഹിയ ഫിൽ മദ്രസത്തി സാനവിയത്തി, അവളെ ഇതിലാണ്, അവളെ സെക്കൻഡറി സ്കൂളിലാണ്. ആര്, ഫാത്തിമ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഫാത്തിമ, ഞാൻ എന്താണ്, മിഡിൽ സ്കൂളിലാണ്, അവളെവിടാണ്, അവള് സെക്കൻഡറി സ്കൂളിലാണ്. വഹിയ ഫിൽ മദ്രസത്തി സാനവിയത്തി, അവൾ സെക്കൻഡറി സ്കൂളിലാണ്. അലക്കി ഉഹ്തുൻ, നിനക്ക് സഹോദരിയുണ്ടോ. അലക്കി ഉഹ്തുൻ, നിനക്ക് സഹോദരി ഉണ്ടോ. അപ്പൊ ഇവിടെ സഹോദരി റിലേഷനെ പറ്റിട്ട് പറയുമ്പോ എന്ത് വന്നത്, ലാ വന്ന്. അലക്കി, നിനക്കുണ്ടോ. ഉഹ്തുൻ, സഹോദരി, നിനക്ക് സഹോദരി ഉണ്ടോ. അപ്പൊ എന്താ പറയുന്നത്, ലാ നോ മാലി ഉഹ്തുൻ, ഐ ഡോണ്ട് ഹാവ് എനി സിസ്റ്റർ, എനിക്ക് എന്തില്ല, ഒരു സഹോദരിയും ഇല്ല. മാലി പറഞ്ഞാൽ എന്താ, ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഉഹ്തുൻ, ഒരു സഹോദരിയും ഇല്ല. അലക്കി അഹുൻ, നിനക്ക് സഹോദരനുണ്ടോ. അലക്കി അഹുൻ, നിനക്ക് സഹോദരനുണ്ടോ. അപ്പൊ എന്താ പറയുക, ഞാൻ ഉണ്ട്. യെസ് ലീ അഹുൻ കബീർ, എനിക്കൊരു വലിയ സഹോദരനുണ്ട്. അതായത് വലിയ എന്ന് ഉദ്ദേശം മൂത്ത സഹോദരൻ. ലീ അഹുൻ കബീർ, എനിക്ക് വലിയ സഹോദരൻ ഉണ്ട്. അപ്പൊ അഹുൻ എന്നുള്ളതിന്റെ വിശേഷനാണ് എന്ത്, കബീർ എന്നുള്ളത്, എനിക്കൊരു വലിയ സഹോദരനുണ്ട്. വഹുവ താലിബുൻ ബിൽ ജാമിയത്തി, അവൻ എന്താണ്, വഹുവ താലിബുൻ, അവൻ വിദ്യാർത്ഥി ആണ്. ബിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റി. അപ്പൊ എന്താണ്, ഹീസ് എ സ്റ്റുഡന്റ് അറ്റ് യൂണിവേഴ്സിറ്റി, അവൻ എന്താണ്, യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. വമൻ ഹാദ തിഫ്ലു ലദീ മാക്കി, തിഫ്ലു പറഞ്ഞാൽ എന്താണ്, ബേബി, ചെറിയ ശിശുവിന് പറയുന്നതാണ് തിഫ്ല്. അപ്പൊ എന്താണ്, ഇവിടെ അല്ലതി വരാൻ കാരണം എന്താണ്, ഇവിടെ അല്ലതി എന്നല്ല വന്നത്. തിഫ്ല് എന്താണ്, പുല്ലിംഗം. അത് സ്ത്രീലിംഗാണെങ്കിൽ എന്ത് വരും, തിഫ്ല് എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് വരണം, തിഫ്ലത്ത് വരണം.
അപ്പൊ ഇവിടെ തിഫ്ലാണ്, ഒരു ശിശുവാണ്, ഒരു ആൺകുട്ടി, ഒരു ആൺ ബേബിയാണ്, ബോയ് ബേബിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അല്ലതി വന്നത്. വമൻ ഹാദ തിഫ്ലു, ഈ കുട്ടി ആരാണ്? അല്ലതീമാക്കി, നിന്റെ ഒപ്പമുള്ളവനായ ഈ കുട്ടി ആരാണ്? അപ്പൊ എന്താ പറയുന്നത്? ഹുവബ്നു ആഹി, അവനെന്താണ്, ആരാണ്? ഹുവബ്നു ആഹി, എന്റെ സഹോദരന്റെ മകനാണ് അവൻ. മസ്മുഹു, അവന്റെ പേരെന്താണ്? ഇസ്മുഹു സഅദ്. സഅദുൻ, അവന്റെ പേരെന്താണ്? സഅദാണ്. അഫിൽ ബൈത്തി ഉമ്മുക്കി അൽ ആൻ, നിന്റെ വീട്ടിൽ ഇപ്പോൾ, അൽ ആൻ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ. നിന്റെ വീട്ടിൽ ഇപ്പോൾ നിന്റെ ഉമ്മയുണ്ടോ? അഫിൽ ബൈത്തി, നിന്റെ വീട്ടിലുണ്ടോ? ഉമ്മുക്കി, നിന്റെ ഉമ്മ, അൽ ആൻ, ഇപ്പോൾ. നിന്റെ വീട്ടിൽ ഇപ്പോൾ നിന്റെ ഉമ്മയുണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? ലാ, ഇല്ല. ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, ഇവിടെ ദഹബത്ത്, ഇവിടെ ആരെ പറ്റിയിട്ടാ പറയുന്നത്? ദഹബത്ത് സ്ത്രീ. ഉമ്മയെ പറ്റി. അല്ല, ആരെ പറ്റിയിട്ടാ ഇവിടെ പറഞ്ഞത്? ഉമ്മയെ പറ്റി. ഉമ്മ പറയുമ്പോ എന്താ പറയുക? നമ്മളിവിടെ ആ ദഹബ എന്നുള്ള ക്രിയ എന്താക്കണം? മുഅന്നസ് ആക്കണം, സ്ത്രീലിംഗ് ആക്കണം. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? ദഹബത്ത്, ലാ, നോ, ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, അവൾ എവിടേക്കാ പോയത്? ഇല്ല, അവള് വീട്ടിലില്ല. ദഹബത്ത് ഇലൽ, അവള് ഹോസ്പിറ്റലിലേക്ക് പോയി, ആശുപത്രിയിലേക്ക് പോയി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. വായിച്ചതിൽ എന്തെങ്കിലും മീനിങ് എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ. ഒരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കണേ. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. വായിച്ചു ചെയ്ത ഒരാള്. കൈഫ ഹാലുക യാ അബി. ഇവിടെ ഹാലുക്ക വായിക്കാൻ കാരണം എന്താണ്? അബി. അബി ആയതുകൊണ്ടാണ് ഹാലുക്ക. ഉമ്മിയാണെങ്കിലോ? ഹാലുക്കി. അത് അടുത്തേല് വരുന്നുണ്ട് അല്ലേ? രണ്ടാമത്തേത് കൈഫ ഹാലുക്കി യാ ഉമ്മി. യാ ഉമ്മി. ഇനി വായിക്കാത്തവരൊക്കെ വായിച്ചോളൂ കേട്ടോ. ഇങ്ങനെ വായിക്കാതെ നിൽക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂലേ. വായിക്കാത്തവരൊക്കെ വായിച്ചോളിയേ. മൂന്നാമത്തേത് ഐന അയിന ബിന്തുക്കി യാ ആമിന. ഇബ്നു. അയിന ബിനുക്കി യാ ആമിന യാ സൈനബു. ذهب أين ابنك يا سلمان؟ ذهب إلى المسجد. ذهب إلى المسجد. അടുത്തത് 4. أين بنتك يا آمنة؟ ഐന ബിന്തുക്കി യാ യാ ആമിന. ആമിന ആമിന ആമിനത്തു. ആമിനത്തു. അടുത്തത് ذهبت إلى المدرسة. ذهبت إلى المدرسة. അടുത്തത് لمن هذه ലിമൻ هذه الساعة الجميلة. സാത്തുൽ ജമീലത്തു. ഈ പുതിയ വാച്ച് ആരുടേതാണ്? അടുത്തത് أهي لك يا فاطمة. നോ അഹിയ أهي لك لك ലക്കി يا فاطمة تو. ഫാത്തിമത്തു. هي لي. ഇറ്റ്സ് മൈൻ. അതെന്താണ്? എന്റേതാണ്. അടുത്തത് 6. أهذا كلامك يا محمد. അവിടെ يا محمد. യാ വരുമ്പോ ദൂരം. അല്ല, നിങ്ങൾ ഫസ്റ്റ് വായിച്ചത് എന്താണ്? സോറി.
ആ ഹാദാന്നുണ്ടാ ആ അഹാദ കലമുക്ക കലമുക്ക യാ മുഹമ്മദ്. മുഹമ്മദു. അവിടെ ആ ഹാദാന്നുണ്ടല്ലേ ടെക്സ്റ്റില്. ആ ഓക്കെ. അഹാദ ആണോ കലമുക്ക ആ ഇത് ഉം. ആ കലമുക്ക യാ മുഹമ്മദു. അടുത്തത് യാ മുഹമ്മദു. ആ هذا قلمك أنت. അല ഹാദ കലമുക്ക അൻത. അല്ല ഹാദ കലമുക്ക ഇത് നിന്റേതാണ് അൻത. ഇവിടെ 2 പ്രാവശ്യം എന്തിനാ നിന്റേതെന്ന് പറഞ്ഞത്? ഇവിടെ ഹാദ കലമുക്ക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇത് നിന്റേതാണെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഹാദ കലമുക്ക പറഞ്ഞാല് ഇത് നിന്റേതാണ്, ഇത് നിന്റെ പേന. പിന്നെ എന്തിനാ അവിടെ അൻതാന്ന് കൊടുത്തത്? അൻതാന്ന് പറഞ്ഞാല് നീ എന്നല്ല അർത്ഥം. അപ്പൊ അവിടെ എന്തിനാ പിന്നോ നീന്ന് കൊടുത്തത്? അപ്പൊ അവിടെ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയാണ്, ഉറപ്പിച്ച് ഊന്നി പറയാന്ന് പറയില്ല. അതായത് നമ്മൾ ഉറപ്പിച്ച് പറയില്ല. ഹാദാ കലമുക്ക നമ്മള് മലയാളത്തിൽ ഇത് നിന്റെ പെൻ എന്നാണ് ഉറപ്പായിട്ട് നമ്മൾ പറയില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയാം ഹാദാ കലമുക്ക ഇത് നിന്റെ പെൻ അൻത നിന്റേത് തന്നെ. അപ്പൊ അവിടെ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, ഉറപ്പിച്ച് എന്ത് ചെയ്യാണ് പറയാണ്, ഒന്നുകൂടി എംഫസൈസ് ചെയ്തിട്ട് പറയാണ്. ഒരു സംശയം അവിടെ ഒരു സംശയം ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഏ تلك السيارة തിൽക സയ്യാറത്തു തിൽക സയ്യാറത്തുൽ ജമീലത്തു അൽ സയ്യാറ ജമീലത്തു. ആ ജമീലത്തുല്ലത്തി خرجت رجت الآن رجت إلى خرجت المدرسة المدير. خرجت ആ خرجت الآن في المدرسة للمدير. خرجت الآن ആ ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നിങ്ങളിവിടെ സൂം ചെയ്ത് നോക്കി കാണാം. ഇവിടെ ഹറച്ചത്തിന് എന്താണ് ഇവിടെ അടിയിൽ കസറ് ഉണ്ട്. അവിടെ കസറ് വരാൻ കാരണം എന്താണ്? നമ്മൾ ഹറച്ചത്തിൽ നിന്നല്ലേ പഠിച്ചത്? അവൾ പുറപ്പെട്ടു, ദഹബത്ത് അവൾ പോയി. ഹറച്ചത്ത് പറയുമ്പോ അവൾ പുറപ്പെട്ടു. അവിടെ എന്തുകൊണ്ട് കസറ് കൊടുത്തത്? എന്തുകൊണ്ടാണ്? ഇവിടെ അതിന് ശേഷമുള്ളതിന് അതിന് ശേഷമുള്ള എന്താ വന്നത്? അല്ല വന്ന്. അപ്പൊ ഈ താ ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ താ. അപ്പൊ എന്താ വായിക്കുന്നത്? ഹറജത്തിൽ ആന. അങ്ങനെ വായിക്കുന്നത്, ഹറജത്തിൽ ആന. ഇവിടെ ഇനി അല്ലില്ലെങ്കിൽ ഇവിടെ അല്ലില്ലെങ്കിൽ എന്താണ്? ഒന്ന് ശ്രദ്ധിക്കോ? അപ്പൊ ഇവിടെ അല്ലില്ലാത്തതിന് ശേഷം അല്ലില്ലാത്തൊരു പദമാണ് വന്നതെങ്കിൽ ഇവിടെ ഹറജത്ത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ അല്ലുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ കസറ് കൊടുത്തിട്ട് ഈ താ എന്താണ് ഇതിലേക്ക് കൂട്ടി വായിക്കണം. ഹറജത്തിൽ ആന അങ്ങനെ വേണം വായിക്കാൻ. ഹറജത്തിൽ ആന മിനൽ മദ്രസത്തി ലിൽ മുദീരി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? തിൽക സയ്യാറത്തുൽ ജമീലത്തുൻ ആ പുതിയ കാർ അല്ലത്തി ഹറജത്തിൽ ആന മിനൽ മദ്രസ മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട അവിടെ അല്ലത്തി കൊടുത്തെന്നാണ്. ഇവിടെ സയ്യാറത്തിനെ പറ്റിയിട്ടാ പറയുന്നത്. സയ്യാറത്തിനെ പറ്റിയിട്ട് പറഞ്ഞതിനോടാണ് അല്ലത്തി കൊടുത്തത്. സയ്യാറത്ത് എന്താണ്? ഒരു മുഅന്നസാണ്. ഇവിടെ അല്ലത്തി വരാൻ കാരണം ഇവിടെ സയ്യാറത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അല്ലത്തി കൊടുത്തത്. അപ്പൊ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടതായ ആ ഭംഗിയുള്ള കാർ ആരുടേതാണ്? ലിൽ മുദീരി ഹെഡ് മാസ്റ്ററിന്റെ ആണ്. ലിൽ മുദീരി ഹെഡ് മാസ്റ്ററിന്റെതാണ്. അടുത്തത് 8 أنت مهندس يا سيدي. مهندس يا سيدي. സയ്യിദി. സയ്യിദി എന്ന് പറയുന്നത് എന്താണ്? മിസ്റ്റർ എന്നുള്ള അർത്ഥമാണ്. മിസ്റ്റർ സാർ എന്നൊക്കെ. അല്ലാതെ നേതാവെന്നല്ല അർത്ഥം പറയുന്നത്. സാർ നമ്മൾ ഇംഗ്ലീഷിൽ പറയാണ്. എഞ്ചിനീയർ. മുഹന്ദിസുൻ അന്തനി എന്താണ്? ഒരു എഞ്ചിനീയർ ആണ്. ലാ സയ്യിദി. അപ്പൊ എന്താണ്? അല്ല അന തൊബീബ് ഞാൻ ഡോക്ടറാണ്. അടുത്തത് أنت طبيبة يا سيدتي. طبيبة. അന്തി طبيبة يا سيدتي. തൊബീബത്തി എന്നാണ് പറഞ്ഞത്. തൊബീബത്തുൻ طبيبة يا الله. سيدي. യാ സയ്യിദത്തി. അന്തി അല്ല. അപ്പൊ സയ്യിദത്തി പറഞ്ഞ മാഡം. സയ്യിദത്തി أنت طبيبة يا سيدتي. എന്റെ സാറേന്നുണ്ടാ അങ്ങനെ ഉണ്ടാ
എന്റെ സാറേ എന്ത് സെയ്ത് എന്റെ മാഡം എന്നാണോ അത് നമ്മള് ലാസ്റ്റ് അത് നമ്മളിങ്ങനെ സയ്യിദി മൈ സാർ ആ ഓക്കെ ഓക്കെ أنت طبيبة يا سيدتي لا أنا സയ്യിദത്തി അൻതി തൊബീബത്തുൻ യാ സയ്യിദത്തി ലാ അന طبيبة മുദരിസത്തുനോ ടീച്ചർ ഞാനൊരു ടീച്ചറാണ്. അധ്യാപികയാണ്. ഇതുവരെ വലിയ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല അപ്പൊ ക്ലിയർ ചെയ്ത് പോണേ. അതായത് എല്ലാ ഡൗട്ടും അല്ല, ഇതുവരെ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാ. ചോദിക്കാനും മടിച്ചിരിക്കരുത്. പിന്നെ ക്ലിയർ ചെയ്യാ വിചാരിച്ചിരിക്കേണ്ട. അപ്പൊ ഉള്ളത് അപ്പൊ ചോദിക്കുക. ഞാൻ ഇനി മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ ഇന്നെ കോൾ ചെയ്യാം. എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. അപ്പൊ ക്ലിയർ ഉള്ളത് ഡൗട്ടിൽ അപ്പൊ ക്ലിയർ ചെയ്ത് പോവാ. പിന്നത്തേക്ക് വെക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എല്ലാം കൂടി കുറച്ചും കൂടി ചാപ്റ്റർ അങ്ങോട്ട് എത്തുമ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഡൗട്ട് ഉള്ളത് ആ ടൈമിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, എന്നാ ക്ലാസ് നിർത്തല്ലേ. പിന്നെ ഹോംവർക്ക് എല്ലാവരും ടൈമിൽ ചെയ്ത് അയക്കണേ. ഇതുവരെ ചെയ്യാത്തവരൊന്ന് എല്ലാവരും അയക്കാം. ഇതുവരെ ഇപ്പൊ 10ാമത്തെ ചാപ്റ്റർ വരെ തന്നത് ചെയ്തതിൽ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തയക്കാം. ഓക്കെ, എന്നാ ക്ലാസ് നിർത്തല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഓക്കെ, ബൈ. Oh.